കേരളത്തിൽ അടുത്ത് LDF ആയിരിക്കും, UDF ആയിരിക്കും, BJP ആയിരിക്കും. പിണറായി വിജയൻ വീണ്ടും വരുമോ? അത് പ്രതീക്ഷ ഇല്ല. UDF വരുവാണെങ്കിൽ ആരായിരിക്കും? രമേശ് ചെന്നിത്തല ആയിരിക്കുമോ, KC വേണുഗോപാൽ ആയിരിക്കുമോ, VD സതീശൻ ആയിരിക്കുമോ? VD സതീശനായിരിക്കും സാധ്യത. അതെ. UDF ആയിരിക്കും, LDF ആയിരിക്കുമോ? പിന്നെ ആര് വരും? പിണറായി വരും. ഭരിച്ചാൽ മതി, ആര് വന്നാലും. ആര് വരുടാ? ആരെങ്കിലും വരട്ടെ, ഇന്നും പറയാൻ പറ്റത്തില്ല, പ്രഡിക്ഷൻ പറയാൻ പറ്റത്തില്ലല്ലോ. ഈ തോറ്റത് അത് ഞാൻ ഏറി കയറും. LDF ആയിരിക്കും, UDF ആയിരിക്കും? അറിയില്ല. പിണറായി വിജയൻ വീണ്ടും വരുമോ? നല്ലൊരു ഭരണം വരട്ടെ. ആണോ? കോൺഗ്രസ് വരുമോ? അറിയില്ല. കോൺഗ്രസ് വരുമോ, പിണറായി ആയിരിക്കുമോ? പിണറായി വരുമായിരിക്കും. ആര് വരും? പിണറായി വരുമോ, VD സതീശൻ വരുമോ? തീർച്ചയായിട്ടും പിണറായി വരും. ആണല്ലേ? വീണ്ടും കാരണം തുടർച്ചയായിട്ടുള്ള ഭരണം നല്ലതാണ്, വികസനം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്ന് തീരാനുള്ളത് തീർക്കണം. ഇപ്പൊ ഈ കോൺഗ്രസ് അത് അവർ വാക്ക് പാലിക്കുന്നില്ലല്ലോ, സംസാരം മാത്രമല്ലേ ഉള്ളൂ. ഇത് പിന്നെ അവർ പ്രവൃത്തിയിലുണ്ട്. പിണറായി വിജയനാണ്. തീർച്ചയായും. അടുത്ത പിണറായി വരും. എന്താ പിണറായി വിജയൻ പറയാൻ കാരണം? അങ്ങനെ ഇതിന്റെ കിടപ്പോശം അങ്ങനെയാണ് മൊത്തത്തില്. അപ്പൊ ഈ കോൺഗ്രസ് അതിപ്പോ അവര് തോറ്റ് കഴിഞ്ഞാലും അവര് പറയും ഞങ്ങൾ തന്നെ വരുള്ളൂ. പിണറായിയുടെ ഭരണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം. എന്താ പറ. പിണറായി വരുമോ? പിണറായി ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഭരണം ഇച്ചിരി ഉണ്ടെങ്കിലും വികസനം നല്ല രീതിയിലുണ്ട്. റോഡുകളും എല്ലാം നടക്കാത്ത സാധനങ്ങൾ നടത്തിച്ചു. പൊതുവെ പറയുന്ന കേട്ടിട്ട് UDFന്റെ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആകാൻ സാധ്യത? VD സതീശനാന്ന് തോന്നുന്നു ഇത്രയും കൂടെ നല്ലത്. നിങ്ങളുടെ നാട് എവിടെയാ? ഞങ്ങൾ ഇവിടെ തന്നെ, ആലപ്പുഴ. പിണറായി വിജയൻ വരാൻ സാധ്യതയില്ല. ഇനിയിപ്പം വരാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. അതെ, ഇപ്പൊ മൊത്തത്തിൽ ആൾക്കാരെ ഇതും പറച്ചിലും എല്ലാം വെച്ച് നോക്കിയിട്ട് ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. അടുത്തത് LDF ആയിരിക്കും, UDF ആയിരിക്കും കേരളം ഭരിക്കുന്നത്? പ്രാവശ്യം ഒരു മാറ്റം വരട്ടെ, UDF വരട്ടെ. UDF വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി സാധ്യത? KC വേണുഗോപാൽ. അടുത്തത് കേരളം ഭരിക്കാൻ പോകുന്ന ആരായിരിക്കും? തീർച്ചയായിട്ടും UDF ആയിരിക്കും. UDF വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക? VD സതീശൻ സാറായിരിക്കും. പുള്ളിയുടെ ഒരു ഒത്തൊരുമയോട് കൂടി ആയിരുന്നല്ലോ ഇലക്ഷനെ ബേസ് ചെയ്ത്. ആര് വരും? പിണറായി വീണ്ടും വരുമോ, അതോ വേറെ ആരെങ്കിലും വരുമോ? വേറെ ആരെങ്കിലും വന്നാൽ മതി. ഈ കുഞ്ഞിനോട് മോനെ UDF വരുമോ, LDF വരുമോ? UDF. LDF വരുമോ, UDF വരുമോ? കേട്ടില്ല. അർഹതപ്പെട്ടവർക്ക് കിട്ടും. അടുത്തത് LDF ആയിരിക്കും, UDF ആയിരിക്കും? LDF ആയിരിക്കും. തുടർഭരണം. പിണറായി വിജയന്റെ ഭരണം ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഗുണങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, അതുപോലെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ LDF കാരനാണ്, അതുകൊണ്ട് LDF വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കോൺഗ്രസ്സുകാർ വെറുതെ ഇങ്ങനെ വെള്ളം കോരുവാണോ? ഇത് അങ്ങനെ ഞാൻ പറയുന്നില്ല, LDF വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. UDF ആയിരിക്കും, LDF ആയിരിക്കും? LDF. എന്താ പിണറായി വിജയന്റെ ഭരണത്തോട് ഇഷ്ടം തോന്നിയ കാര്യം? പെൻഷനൊക്കെ കൂട്ടി കൊടുക്കുന്ന അമ്മച്ചിമാർക്ക്, പിന്നെ ഞങ്ങൾ 40 വയസ്സായ ഒരു പെൻഷനും ഇല്ലാത്തവർക്ക് 1000 രൂപ വെച്ച് ഒക്കെ തരുന്നു. ഒക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷം. വീണ്ടും കിട്ടണം. അതുകൊണ്ടാണ്. UDF വരുമോ? LDF വരും അല്ലേ? UDF ആയിരിക്കും, LDF ആയിരിക്കുമോ? അതിനെപ്പറ്റി ഒരു നിശ്ചയമില്ല സത്യം പറഞ്ഞ. എങ്ങനെയാ LDF വരും, UDF വരും സാധ്യത? ഞാൻ പ്രവാസിയാണ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു തൊഴിലിൻ്റെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ആര് ഭരിച്ചാലും എന്നാലും നമുക്ക് അവിടെ നിന്ന് ഗൾഫ് മണിയില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കത്തില്ല. ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ കുറച്ചുകൂടി ഡെവലപ്പായാൽ കൊള്ളാം, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക, അത്രേ ഉള്ളൂ. തൊഴിലില്ലായ്മയുണ്ട്, പിന്നെ സാധനങ്ങളുടെ വിലക്കയറ്റം, എല്ലാത്തിനും ഇപ്പോൾ കേന്ദ്രത്തെ പിടിച്ചിട്ട് കാര്യമില്ല. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ 3 പേരാണ് ഇപ്പം മുഖ്യമന്ത്രി പദം വേണമെന്ന് പറഞ്ഞ് കയറി വീഴ്ചോണ്ടിരിക്കുന്നത്. വേണുഗോപാലിനായിരിക്കും ചാൻസ് വരുന്നത്. ആരായിരിക്കും? LDF ആയിരിക്കും, UDF ആയിരിക്കും? ഒന്നും പറയാൻ പറ്റത്തില്ല. UDF ആയിരിക്കും, LDF ആയിരിക്കും? അത് UDF വരത്തും. UDF വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? VD സതീശനായിരിക്കും. ആയിരിക്കും അല്ലേ സാധ്യത? അടുത്തത് LDF വരുമോ, UDF വരുമോ? വരും. പിണറായി തന്നെ വീണ്ടും വരും. അതെ. നമ്മുടെ അഭിപ്രായം എന്തോ? ആരാ വരാൻ സാധ്യത എന്തോ? ചിലപ്പോൾ UDF ആയിരിക്കാനാ സാധ്യത. എന്നുവെച്ചാൽ മറ്റൊരു 10 വർഷം കൊണ്ട് ഭരിക്കുമല്ലോ, അതായിരിക്കും സാധ്യത. UDF വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? VD സതീശൻ. കേരളത്തിലെ LDF വരുമോ, UDF വരുമോ? ആരെങ്കിലും വരട്ടെ, പറയാം, എല്ലാം കൊണ്ടുപോയി ഒന്നും പറയാൻ പറ്റൂല. ആണോ? ഭയങ്കര ടൈറ്റാണോ? ടൈറ്റാണ്. പിണറായി വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ടോ? പറയാൻ പറ്റത്തില്ല, എന്നാലും മാറ്റം വേണം. ആണോ? പിണറായി വരുമോ? പിണറായി വീണ്ടും വരുമോ? അല്ല, മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ് വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? VD സതീശനാണ് കൂടുതലും. VD സതീശൻ സാധ്യത. LDF ആയിരിക്കും, UDF ആയിരിക്കും കേരളത്തിൽ ഒരു കാര്യം? LDF. പിണറായി തന്നെ വീണ്ടും വരും. കോൺഗ്രസ് വരത്തില്ല. LDF വരും, UDF വരും? UDF. UDF വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? UDF വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? പിണറായി ആയിരിക്കും, LDF വരുമോ, UDF വരുമോ, BJP? LDF വരും. പിണറായി തന്നെ വീണ്ടും വരും.
കേരളത്തിലെ കേരളത്തിൽ അടുത്ത LDF ആയിരിക്കും, UDF ആയിരിക്കും, BJP ആയിരിക്കും? LDF ആയിരിക്കും. പിണറായി തന്നെ വീണ്ടും വരും. മേ ബി. BJP വരും. ആരാ ഇവിടെ കേരളത്തിൽ? LDF വരും. പിണറായി തന്നെ വീണ്ടും വരുമെന്നാണ്. ആര് വരും? LDF വരും, UDF വരും, BJP വരുമോ? തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ട്. എന്താ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇടതുപക്ഷത്തിന്റെ സർക്കാർ വരണമെന്നാണ് ആഗ്രഹം. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. LDF വരും, UDF വരും, LDF. LDF തന്നെ വരും. LDF തന്നെ. എനിക്ക് വോട്ടൊന്നുമില്ല, എന്നാലും എൻ്റെ ആഗ്രഹം LDF വരണം. കാരണം ഞാൻ ഒരു വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ സ്കൂളിൽ ഇപ്പം LDF വന്നുകൊണ്ടാണ് ഉച്ചഭക്ഷണം തുടങ്ങിയ കുറേ സൗകര്യങ്ങൾ ഉണ്ട്. പക്ഷേ പേരൻസ് തൊട്ട് മെനു പുലാവ് അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് ഇടതുപക്ഷം വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. നല്ല നല്ല ഓരോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ തുടങ്ങി. കലോത്സവം നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങി. അതിനൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ LDF ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ തിരുവല്ല, കർണാടക, ഷിമോഗ. LDF ആണ്, ഉറപ്പല്ലേ? പിന്നെ 100%. എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ ഭരണം ഇഷ്ടമാണോ? ഇഷ്ടമായതുകൊണ്ട് മാത്രമല്ല, ആര് ഭരണത്തിൽ വന്നാലും നമുക്ക് ആര് ഗുണം ചെയ്യുന്നുള്ളതല്ലേ നമ്മൾ നോക്കുന്നത്. ഇതുവരെ ചെയ്ത പ്രവർത്തനം വെച്ച് LDF തന്നെ വരാനാണ് സാധ്യത. UDF കട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ LDF തന്നെ വരാനാണ് സാധ്യത. താങ്ക് യു. കേരളത്തിൽ LDF ആയിരിക്കും, UDF ആയിരിക്കും, BJP ആയിരിക്കും ഇനി ഭരിക്കാൻ പോകുന്നത്? UDF ആയിരിക്കും ഭരിക്കാൻ ചാൻസ് കൂടുതൽ. ഒരു പുതിയ ഭരണമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് UDF വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. VD സതീശൻ തന്നെയാണെന്ന് തോന്നുന്നു വരാനുള്ള ചാൻസ് കൂടുതൽ. എല്ലാവരും VD സതീശൻ എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ VD സതീശനെ വരാൻ ചാൻസ് ഉള്ളൂ. അതെ. LDF ആയിരിക്കും, UDF ആയിരിക്കും? പിണറായി വരാനല്ലേ സാധ്യതയുള്ളൂ. സാധ്യത പിണറായി വരാനാണ്. LDF ആയിരിക്കും, UDF ആയിരിക്കും ഭരിക്കുക? സാധ്യത പിണറായി ആണല്ലേ. കേരളത്തിലെ ആരായിരിക്കും ഭരിക്കുക? UDF. UDF വരുന്ന ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? VD സതീശനായിരിക്കും. ഇത് നമുക്കിവിടെ ഇനി വരിക കേരളം സാധ്യത ആർക്കാ? സാധ്യത UDFന്. UDF വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരിക? രമേശ് ചെന്നിത്തലയാണ് തോന്നുന്നു. ആണോ? ഇഷ്ടം അതാണോ? ഇഷ്ടം. മോളെ LDF വരുമോ, UDF വരുമോ ഭരണത്തിൽ? LDF. പിണറായി വരുമോ? അപ്പോൾ LDF ആയുള്ളല്ലേ? ശരി, പിണറായി തന്നെ വരും. പിണറായി ഇഷ്ടമാണോ? UDF വരുമോ, LDF വരുമോ? UDF വരും. UDF വരുന്ന ആരായിരിക്കും മുഖ്യമന്ത്രി? ചാണ്ടികുമൻ. സാധ്യത തീർച്ചയായിട്ടും ഈ പ്രാവശ്യം നമുക്ക് സാധ്യതയുള്ളത് UDF വരാനാണ് എന്നാണ്. ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? VD സതീശനായിരിക്കും ഉറപ്പായിട്ടും. പുള്ളിയാണല്ലോ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നത്. അദ്ദേഹമാണ് ഇത്രയും നാളും ഈ സഭയെ പ്രതിപക്ഷത്ത് നയിച്ചത്. പിന്നെ രമേശ് ചെന്നിത്തല ഒട്ടും മോശമല്ല. പിന്നെ വേണുഗോപാൽ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കുന്നതായിട്ട് വരും. അങ്ങനെ ആവരുതെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഒന്നീ കേരളത്തിൽ നിന്ന് ആൾക്കാർ തന്നെ നിൽക്കണം. വ്യക്തികളോടുള്ള ഇഷ്ടമല്ല ഇതിനകത്ത് പ്രധാനം. നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇത്രയും 10 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിച്ചു. അത് നമ്മൾ തന്നെ വിജയിപ്പിച്ചു വിട്ടതാണ്. ഇപ്പോൾ ഒരുപാട് അരക്ഷിതാവസ്ഥ നമ്മൾ വിഷമിക്കുന്നു. നമ്മൾ പല കാര്യത്തിലും നമ്മൾ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അടുത്തൊരു ഭരണം ഉറപ്പായിട്ടും മാറ്റം വരണം. മാറ്റം വന്നേ പറ്റത്തുള്ളൂ. VD സതീശനാണെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട്? നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. പല കാര്യത്തിലും പുള്ളി പഠിച്ചിട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ അരിഷ്ടാവസ്ഥ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതല്ല പൊതുവായിട്ടുള്ള, അവനവനെ സേവിക്കുക എന്നുള്ളതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. വന്നിട്ടും പല പ്രോബ്ലംസ് പുള്ളി ഫേസ് ചെയ്തിട്ടും പുള്ളി ആ ഒറ്റ സ്ട്രോങ് ആയിട്ട് നിന്നു എന്നുള്ളത് പുള്ളിയുടെ മൈലേജ് കൂട്ടി. ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഒരു പ്രവാസിയായിരുന്നു. നമ്മൾ പുറത്തു നിന്ന് വീക്ഷിക്കുമ്പോൾ കാണുന്ന കാര്യം ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് എപ്പോഴും. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പബ്ലിക്കിന് മുന്നിൽ പറഞ്ഞിട്ട് ഇവർ പേഴ്സണലി നോക്കുമ്പോൾ ഇവരൊരിക്കലും അങ്ങനെ ചെയ്യാത്തൊരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നത് പല കേസുകൾ നോക്കിയാലും. പക്ഷേ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാലും ഇവരാരും പരസ്പരം ദ്രോഹിച്ചതായിട്ട് കാണുന്നില്ല. അതെ, ഒരു ഗീവ് ആൻഡ് ടേക്ക്. ഞാനും നന്നാകണം, നിങ്ങളും നന്നാകണം, ജനങ്ങളെ പറ്റിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 10 വർഷം ഇടതുപക്ഷം ഭരിച്ചു. അവർക്ക് നല്ല അവസരമാണ് കിട്ടിയത്. കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല. അടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനദ്രോഹപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ശബരിമല മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ. പക്ഷേ ഇനിയും നമുക്ക് ഇവിടെ UDF വരണമെന്നുള്ളതാണ് നമ്മുടെ ഒരു. ആര് ജയിക്കും? LDF ജയിക്കുമോ, UDF ജയിക്കുമോ സാധ്യത? അത് ഇനി UDF ആണെന്ന് തോന്നുന്നത്. പക്ഷേ LDF നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ സ്കൂളുകളിലൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ബുക്ക് കിട്ടിയിട്ടില്ല. ഓണപരീക്ഷ കഴിഞ്ഞിട്ടും അങ്ങനെയാണ് ബുക്ക് കിട്ടിയത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ LDF തന്നെ വീണ്ടും തന്നെ നല്ലത്. ഇപ്പോൾ കുറച്ചുകൂടി നല്ല ക്ലാസ് റൂംസായി, പഠിക്കാൻ ഒരു സൗകര്യങ്ങളായി, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കുകൾ, സ്മാർട്ട് ക്ലാസ് റൂംസ്, നല്ല കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കേരളവും അതുപോലെ തന്നെ. അതുകൊണ്ട് അവരെന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ ശബരിമല വിഷയമൊക്കെ നോക്കുമ്പോൾ കറപ്ഷൻ എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ. അപ്പോൾ LDF ആയാലും UDF ആയാലും NDA ആയാലും എല്ലാ പാർട്ടിയിലും കറപ്ഷൻ ഉണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടെ ഒക്കെ നമ്മുടെ രാജ്യത്തിൽ കുറച്ചുകൂടെ
കേരളത്തിൽ വികസനം കൊണ്ടുവരുന്ന LDF ആണെന്ന് തോന്നിയിട്ടുണ്ട്. ആര് ജയിക്കും? LDF ജയിക്കോ UDF ജയിക്കോ? LDF ആണോ? LDF തന്നെ വരുന്ന പിണറായി വിജയൻ ഇഷ്ടമാണല്ലേ? LDF ആയിരിക്കും UDF ആയിരിക്കും? അതായത് UDFനാണ് ഇപ്പോൾ ഒരു ചാൻസ് എന്ന് തോന്നുന്നു. പക്ഷേ LDFൻ്റെ നല്ലതാണ്. പ്രശ്നം രണ്ടുപേരും നല്ലതാണ്. പിണറായി നല്ല ഭരണം തന്നെയാണ്. പിന്നെ പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. അങ്ങ് തോന്നുന്നേ ഉള്ളൂ. രണ്ടുപേർക്കും സമസമമായിട്ട് നിൽക്കുക. പക്ഷേ ഈ പബ്ലിക് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പറ്റില്ല. പബ്ലിക്കിൻ്റെ കയ്യിലാണ്. BJPക്ക് ചിലപ്പം തുറക്കാൻ സാധ്യത ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റും. ആരാണേലും എൻ്റെ വീട്ടിൽ പുക വെക്കണമെങ്കിൽ എൻ്റെ അച്ഛൻ കഷ്ടപ്പെടണമല്ലോ ഞാൻ കഷ്ടപ്പെടണം. അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി നമ്മുടെ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഈ വർഷം ഇപ്പം UDF നല്ലതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ശരി എന്ന് പറയാം. ചിലപ്പോൾ അടുത്ത വർഷം ഇവരെ തന്നെ തള്ളി പറഞ്ഞിട്ട് LDFൻ്റെ പുറകെ പോകും. അതുകൊണ്ട് പറയാൻ പറ്റില്ല. ജനാധിപത്യം എന്നൊക്കെ പറയാം. 10 വർഷം ഭരിച്ചപ്പോൾ നമുക്ക് എന്തോ തോന്നുന്നു? കുഴപ്പമില്ല. ഞാൻ ജോലിയാണ്. ഞാൻ വെളിയില്ല. അപ്പോൾ ഞാൻ കേരളം വിട്ട് ഞാൻ പുറത്തു പോയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നാന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ഥലം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് പൊളിറ്റിക്സ് ഇച്ചിരി കൂടെ ഭേദം. കുറച്ചുകൂടെ എത്രയൊക്കെ അവർ കൈയിട്ട് വാരും എന്തൊക്കെയെന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനമുള്ളത് ഇവിടുന്നാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സാക്ഷരത. പഠിത്തമാണേലും ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം ഭേദം. നമ്മൾ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അല്ലെങ്കിൽ ഞാൻ ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒരു പനിക്ക് ചെല്ലുമ്പോൾ സ്കാൻ എടുത്തിട്ട് അങ്ങ് വിടും. നമുക്കില്ലാത്ത രോഗം അവരുണ്ടാക്കി തരും. ഇവിടെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലെങ്കിലും ഉണ്ട്. അവിടെ ഒന്നും നടക്കത്തില്ല. കേരളത്തിന് പോകുമ്പോഴേ കേരളത്തിൻ്റെ വില അറിയത്തുള്ളൂ. എനിക്ക് തോന്നുന്ന സാധ്യത അറിയില്ല. സാധ്യത പറഞ്ഞാൽ മതി. നമ്മൾക്ക് ഇഷ്ടമുള്ളത് പറയണ്ട. സാധ്യത UDFനാണ് സാധ്യത. UDF വരുവാൻ ആരായിരിക്കും മുഖ്യമന്ത്രി ആകുമോ? രമേശ് ആകുമോ? KC വേണുഗോപാലാകുമോ? PD സതീശനാകുമോ? നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. ആര് ജയിക്കും? LDF ജയിക്കോ UDF ജയിക്കോ? UDF വരുമോ? ഈ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത്? അത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ് വരികയാണ് ആരായിരിക്കും മുഖ്യമന്ത്രി? PD സതീശനാണ് വരാൻ ചാൻസ്. ആണല്ലേ? നിങ്ങളുടെ ഇഷ്ടമാണോ അതോ ചാൻസ് ആണോ? ചാൻസ് അല്ല. പുള്ളിക്കാരനെ ഇപ്പം വരാനുള്ള ചാൻസ് നമ്മൾ എല്ലാം നോക്കുമ്പോഴേ പുള്ളിക്കാരനെ വരാനുള്ള. പിണറായി വിജയന്റെ ഭരണത്തിലെ ഇഷ്ടക്കേട് എന്തൊക്കെ കാരണം? പുള്ളി ഇപ്പം 10 വർഷം ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഇതുണ്ടാവുമല്ലോ. അതിൻ്റെ ആരും ഭരിച്ചാലും ഒരു 10 വർഷം ആകുമ്പോഴത്തേക്ക് മാനസികമായ ഇതുണ്ടാവും. മാറ്റം എപ്പോഴും ആവശ്യമാണ്. കേരളത്തിലെ അടുത്ത LDF ആയിരിക്കും UDF ആയിരിക്കുമോ? അല്ല, ആരായിരിക്കും സാധ്യത? LDF ആയിരിക്കും. LDFനാണ് സാധ്യത. പിണറായി വിജയന്റെ ഭരണം ഇഷ്ടമാണ്? കുഴപ്പമില്ല. ആര് ജയിക്കും? LDF ജയിക്കോ UDF ജയിക്കോ? സാധ്യത LDF. പിണറായി വിജയന്റെ ഭരണം ഇഷ്ടമാണ്? അതെ. ആര് ജയിക്കും? LDF ജയിക്കോ UDF ജയിക്കോ? രണ്ടുപേർക്കും അതിൻ്റെതായ എബിലിറ്റിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മളാണ് ജനങ്ങൾ. രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. അങ്ങനെ ആരും മോശക്കാരില്ല. അപ്പം അങ്ങനെ പറയാൻ പറ്റും. LDF ആയിരിക്കും UDF ആയിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത്? LDF. പിണറായി വിജയന്റെ ഭരണം ഇഷ്ടമാണ്? കുഴപ്പമില്ല. ആര് ഭരിക്കും? LDF ആയിരിക്കും UDF ആയിരിക്കും വരിക? UDF ആയിരിക്കും വരുന്നത്. LDF വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. LDF വരുമോ UDF വരുമോ? UDF ആയിരിക്കും. LDF വരണമെന്നായിരുന്നു ആഗ്രഹം. LDF ആയിരിക്കോ UDF ആയിരിക്കോ സാധ്യത? ആര് വരാനാണ് സാധ്യത? LDF വരും UDF വരുമോ? UDF വരണമെന്നാണ് പൊതുവെ ജനങ്ങളുടെ ഒരു ആഗ്രഹം. UDF വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആവുക? UDF വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആകുന്നത് PD സതീശനായിരിക്കും. നീ പറ, ആര് ജയിക്കും? UDF. അവരോട് ചോദിച്ചു. ആരാന്ന് ചോദിച്ചേ? LDF ജയിക്കും. LDF വരണം. LDF ജയിക്കും. ആര് വരാനാണ് സാധ്യത? LDF വരും UDF വരുമോ? UDF വരുമെന്നോ UDF വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അറിയത്തില്ല. ആര് വരും? LDF വരും UDF വരുമോ? LDF വരണം. LDFന്റെ ഭരണം പിണറായി ഇഷ്ടമാണ്? ഇഷ്ടമാണ്. അല്ല, എന്തെങ്കിലും ഗുണങ്ങൾ പറയാൻ പറയണോ? ഗുണങ്ങളായിട്ട് പറഞ്ഞില്ല. LDFന്റെ ഭരണമാണ് എപ്പോഴും നല്ലത്. ഇതുവരെയായിട്ടും ഭരിച്ചത് അവർ തന്നെയാണ് നല്ലത്. ആര് വരാനാണ് സാധ്യത? LDF വരും UDF വരുമോ? അത് തീർച്ചയായിട്ടും LDF ഭരിക്കുള്ളൂ. ഇത്ര നല്ല വികസനം കാഴ്ചവെച്ച ഒരു സർക്കാർ വേറെയുള്ളൂ. നമ്മുടെ ഈ പെൻഷന്, അതുപോലെ റോഡ് വികസനം, വിദ്യാഭ്യാസത്തിലുള്ള ആ ഒരു വികസനം, മറ്റുള്ള ചികിത്സാ കാര്യങ്ങളും എല്ലാം എങ്ങനെ നോക്കിയാലും LDF വിജയിച്ചിട്ട് കാര്യമുള്ളൂ. ജനങ്ങൾക്ക് 95 സീറ്റുമായിട്ട് LDF അധികാരത്തിൽ വരും. ഞങ്ങൾ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലുള്ള അവിടെ LDFന്റെ കേരള കോൺഗ്രസ്
എമ്മിൻ്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഒരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പൂഞ്ഞാറാശാനുണ്ട്. പൂഞ്ഞാറാശാൻ അവിടെ 3-ാം സ്ഥാനത്ത് പോകും. 2-ാം സ്ഥാനത്ത് UDF വരത്തുള്ളൂ. വാക്കിന് വിലയില്ലാത്തൊരു മനുഷ്യൻ, ജനപ്രതിനിധിയായിട്ട് വരാൻ കൊള്ളുന്ന ആളല്ല. പുള്ളിയുടെ മോന് അത്ര മോശമായിട്ടൊന്നും പറയാനൊന്നുമില്ല. മോൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ അച്ഛൻ കാരണം മോന് പലതും തിരിഞ്ഞ് വർത്താനം പറയേണ്ട സാഹചര്യം വന്നിട്ടുള്ളത് കൊണ്ട് ജനങ്ങൾക്കിടെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടും. മോശമെന്ന് പറയാൻ തോന്നുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് 3 പേരും കൂടെ അടിയുണ്ടായിക്കൊണ്ടിരിക്കുക. 3 ഇനിയിപ്പോൾ അവർക്ക് അധികാരം എങ്ങാനും കിട്ടുമെന്ന് ആകുന്ന ഒരു സ്ഥിതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർ 10 പേര് തമ്മിൽ അടിവെക്കും. അവർ ജയിക്കത്തില്ല. UDF അധികാരത്തിൽ വരത്തില്ല. തീർച്ചയായിട്ടും LDF അധികാരത്തിൽ വരത്തുള്ളൂ. ജനങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു വെച്ച LDF മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യമാണ് ഞങ്ങളെല്ലാം ഉറപ്പിക്കുന്നത്. ഉറപ്പല്ലേ LDF വരും. ആണല്ലേ? LDF വരണം. വരും. വന്നിരിക്കും. പിന്നെ പിണറായി സഖാവ് നമ്മുടെ ചങ്കാണ്. പിണറായി വിജയനെ ഇഷ്ടമാണ്. ഇപ്പം പാവങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് 35 വയസ്സിന് മുകളിലുള്ളവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നുണ്ട്. വാർദ്ധക്യ പെൻഷന് അല്ലാതെയുള്ള കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. LDF ആയിരിക്കും UDF ആയിരിക്കും വരിക? അടുത്ത LDF ആയിരിക്കും UDF ആയിരിക്കും വരിക? പിണറായി വിജയൻ ഇഷ്ടമാണ്. നല്ല ഭരണം, വികസനവും എല്ലാം ഉണ്ട്. രണ്ടിൽ ആരാ ജയിക്കുന്നത്? UDF വരികയാണ്. ആരായിരിക്കും മുഖ്യമന്ത്രിയാവും? UDF വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? PD സതീശന് സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്നു, പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.